ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഞങ്ങളുടെ ഒപ്പീനിയനായിട്ടാണ് വന്നിരിക്കുന്നത്. മാർക്കോ എല്ലാവരും ട്രെയിലർ വന്നപ്പോൾ തൊട്ട് വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചൊരു സിനിമയായിരുന്നു മാർക്കോ. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന് വലിയ രീതിയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങളും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ പറ്റി. ഇതിൻ്റെ തലേദിവസം ഇറങ്ങിയ റൈഫിൾ ക്ലബ്ബും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കോയെ പറ്റി പറയാനാണെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം എടുത്ത് ഞങ്ങൾ പറയാം. സോ ഞങ്ങൾ പറയുന്ന ഒപ്പീനിയനുമായിട്ട് കണക്റ്റഡ് ആകുന്നവർ മുന്നോട്ട് കണ്ടാൽ മതി കേട്ടോ വീഡിയോ, ഇനിയുള്ള റിവ്യൂസ്. കാരണം പലർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ് ആണുള്ളത്, പല റിവ്യൂവേഴ്സിനും. അപ്പോൾ ഞങ്ങളുടെ ഒപ്പീനിയൻ പറയാം, അത് വെച്ച് നിങ്ങൾ സിനിമ കാണണോ കണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ മാർക്കോയുടെ പോസിറ്റീവ് ഘടകം നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? പോസിറ്റീവായിട്ട് ഒരു രക്ഷയില്ല. ഉണ്ണിമൂന്തന്റെ നല്ല രീതിയിൽ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. ഉണ്ണിമൂന്തൻ ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളിയുടെ ആ ഒരു രക്ഷയില്ല. ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളി നല്ല കിഡിലിനായിട്ട്, നല്ല ലുക്കോട് കൂടി എല്ലാം നല്ല കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ അടുത്ത പോസിറ്റീവ്? സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല, അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കണ ജഗദീഷൊക്കെ നല്ല കിഡിലിന റോള്. കാരണം പുള്ളിയുടെ ഒക്കെ റോള് നമ്മള് ഇൻഹരിയർ നഗറിലേക്ക് അപ്പുകുട്ടൻ വേഴ്സസ് ഗോവിന്ദൻകുട്ടിയാണ്. അതിനകത്ത് അതേപോലെ കാണിച്ചു വെച്ചിട്ടുള്ള പുള്ളി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ളൊരു സീരിയസ് ആയിട്ടൊരു കഥാപാത്രം. അതും നമ്മൾ കണ്ടിട്ടില്ലല്ലേ പുള്ളി അങ്ങനെ ഇങ്ങനത്തെ ഒരു റോള് കണ്ടിട്ടില്ല. അത്രയും നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുമുണ്ട്. ആ റോള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിദ്ദിഖും സാധാരണ പോലെയാണ്. സിദ്ദിഖിനെ നമുക്കറിയാം, ഏതൊരു റോള് കൊടുത്താലും പുള്ളി കിടിലിനായിട്ട് ചെയ്യും. സിദ്ദിഖും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്തൻ പറയാനില്ല. ഉണ്ണിമൂന്തന്റെ ശരിക്കും എല്ലാവരും സമാജം സ്റ്റാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പുള്ളിയെ മാളികപ്പുറം അഭിനയിച്ച പിന്നെ അങ്ങനെയാണ് അല്ലേടാ? മാളികപ്പുറം അഭിനയിച്ച പിന്നെ ഇല്ല പുള്ളി അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ പക്ഷെ നമ്മളതൊന്നും സിനിമയിൽ അതൊരു ഘടകമാകലെന്ന് ഞാൻ പറയണം, അല്ലേടാ? സിനിമ ആരുടെയാണല്ലോ നല്ലതാണ് നല്ലതെന്ന് പറയണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. അല്ലാതെ അതിനകത്ത് വേറെ എന്താ പറയാ പൊളിറ്റിക്സ് അതൊന്നും കുത്തിക്കയറ്റില്ല. നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സംഭവമാണ് സിനിമ. സോ അതിനകത്ത് വേറെ ഒന്നും കുത്തിക്കയറ്റില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മാർക്കോയുടെ പോസിറ്റീവ് ഘടകങ്ങളാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് പടമാണ്. ഫുൾ വയലൻസ് ആണ്. വയലൻസ് ആണോ എന്ന് ചോദിച്ചാൽ വയലൻസ് ആണ്. പിന്നെ ഇത് പ്രത്യേകം ഞങ്ങൾ പറയാനുള്ളത്, ഇത് കാണാനായിട്ട് ഫാമിലി ആയിട്ട് പോകരുത്, കുട്ടികളായിട്ട് പോകരുത്. എല്ലാവരും പറയുന്ന പോലെ തന്നെ സർട്ടിഫിക്കറ്റ് പടം ഒന്ന് കൊടുത്തിരിക്കേണ്ടത് വെറുതെ അല്ല. കാരണം ഞങ്ങൾ പോയ തിയേറ്ററിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഫാമിലി ആയിട്ട് കാണരുതെന്ന് പ്രത്യേകം പറയുവാണ്. കാരണം ഫാമിലിക്ക് നമ്മുടെ എന്താ പറയാ അമ്മൂമ്മയും ഇങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലുള്ള ചില സംഭവങ്ങൾ അത്ര ദഹിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാഫ് വരെ പടം കൂടുതൽ റിവ്യൂ ഒക്കെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് വരെ ലാഗ് ആയിരുന്നു എന്നാ പറയണത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വരെ കൊള്ളാം. ഫസ്റ്റ് ഹാഫിലെ സ്റ്റണ്ടും ഒക്കെ കൊള്ളാം. നിന്നോട് പറയാനില്ല, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ കയറി വന്നതിനൊക്കെ എന്ത് പറയാനാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കഥ കണക്റ്റഡ് ആയിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, വേറെ രീതിയാണ്, വയലൻസ് ആണെന്നൊക്കെയാണ് ഞങ്ങൾ റിവ്യൂവിൽ കേട്ടത്. അങ്ങനെ പറയണെന്ന് വെച്ചാൽ നിനക്ക് എന്താ അഭിപ്രായം? വയലൻസ് ആണ്, അതാണ് ഇവിടെ പറയാനുള്ളത്. വയലൻസ് എന്ന് പറഞ്ഞാല് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ വയലൻസ് ആണ്. അല്ലാതെ ഇംഗ്ലീഷ് സിനിമയിലും ബാക്കിയുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ അതിനേക്കാളും കിടിലൻ വയലൻസ് അല്ല. വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോഴേക്കും നമ്മൾ ഈ കണ്ണ് പൊത്തുന്ന രീതിയിലുള്ള വയലൻസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് വില്ലൻ ആണ്, നായകനോട് ചെയ്യുന്ന വയലൻസ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്കൊരു ഒരു ഒരു എന്തോ ഒരു മിസ്സിങ് അവിടെ വരും. സിനിമ എന്ന് പറഞ്ഞാൽ നായകൻ ജയിക്കണമല്ലോ. നായകൻ ജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ പേരിട്ടിട്ട് പിന്നെ മാർക്കോ എടുത്തിട്ട് കൊടുക്കണം. ശരിയാണ്. പുള്ളിയെ അല്ല, പിന്നെ വില്ലന്റെ പേര് വെക്കണായിരുന്നു, മാർക്കോ എന്ന് പേരിട്ടിട്ട്. പക്ഷെ അതിനകത്ത് ഞാൻ പറയില്ലേ, അതവിടെ കൂടുതലും വില്ലനാണ് ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയില്ലേ, എന്തുവാ ലോജിക് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സിനിമ കാണാം. അതൊന്നും നമ്മൾ എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 100 പേരെ ഇടിച്ചിട്ടോട്ടെ അണ്ണൻ, 100 പേരെ ഇടിച്ചിടണൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക്. പിന്നെ എന്താണ്, ഒരു തോക്കിന്റെ കാര്യമുള്ളൂ ഇവിടെയൊക്കെ. പോട്ടെ, വാളക്കേട് വന്നത് ഒരു സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്കിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം? നല്ലതാണ് ക്യാമറ വർക്ക്.
ഇതിന്റെ അകത്ത് മറ്റേ ആ സ്റ്റെപ്പില് 100 പേര് ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ക്യാമറയും കൂടെ അതിന്റെ കൂടെ ഇടിയുടെ ഇടയ്ക്ക് കൂടെ കൊണ്ടുപോകും പുള്ളി. ക്യാമറ കൂടെ ആ ക്യാമറയും കൂടെ അതിന്റെ ഇടയ്ക്ക് കണ്ടില്ല, ഇടിയുടെ ഇടയ്ക്ക് കൂടെ ക്യാമറയും പുള്ളി ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഒരു നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇച്ചിരി തലവേനയൊക്കെ എടുക്കും അത് കാണുമ്പോ. കാരണം അയ്യോ എനിക്കാണ് ആരാ അടിക്കണേ എന്താ അടിക്കണം, ഒന്നാമത് ഇരുട്ട്. അപ്പൊ എന്തായാലും അതൊക്കെ കൊള്ളാം, വെറൈറ്റി ആണ്. പക്ഷെ വയലൻസിന്റെ ചിലവരുടെ കമന്റ് ഞാൻ കണ്ടടാ, എന്താണ് മറ്റേ കില്ലില്ലേ, കില്ലിന്റെ ബാപ്പയാണെന്നൊക്കെ. എനിക്കിപ്പോഴും കില്ല ഇഷ്ടപ്പെട്ടു. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ പറയണേ കില്ലാണ് ഇഷ്ടപ്പെട്ടു. കില്ലിന്റെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. കില്ലിന്റെ റെഫറൻസ് ഉണ്ട്, KGF-ന്റെ റെഫറൻസ് ഉണ്ട്. KGF ആണ് മുഴുവൻ, ആ സ്വാഗ് KGF-ന്റെ തന്നെയാണ്. പിന്നെ യഥാർത്ഥ വില്ലന് ഒരുപാട് പേരുണ്ട്. യഥാർത്ഥ വില്ലൻ എന്ന് പറഞ്ഞ ഇപ്പൊ പറയല് വില്ലനെ പറയേണ്ട കാര്യമില്ല. യഥാർത്ഥ വില്ലൻ എന്ന് പറയാനൊന്നും ഇല്ലടാ. ഇതിന്റെ അവസാനം എടുത്തു വെച്ചിട്ട് മകനാണ് ഏറ്റവും അവസാനം. അല്ലല്ല തിലകന്റെ മകനായിട്ട് അത് നമുക്ക് തുടക്കം തന്നെ മനസ്സിലാവും, തുടക്കം തന്നെ ഉള്ളതാ. പക്ഷേ ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, മാർക്കോയെ തോപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. മാർക്കോ എന്ന് പറയുന്ന വേറെ ലെവലുള്ള മനുഷ്യൻ. അതെ, കണക്ഷൻ ആയിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫ് മാർക്കോയെക്കാൾ സ്കോർ ചെയ്യുന്നത് വില്ലനാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിന്റെ ഒക്കെ ഇരട്ടി പ്രതികാരം ചെയ്യാനായിട്ട് മാർക്കോ ഒന്ന് ഉടുത്തൊരുങ്ങിയൊക്കെ വരുന്നുണ്ട്. കാരണം വില്ലൻ ചെയ്ത ആ ഒരു ബ്രൂട്ടാലിറ്റി പകരമായിട്ട് നായകന് ചെയ്യാനൊന്നും ഇല്ല. അതെ, കാരണം അത് വേണ്ടിയിട്ട് ചെയ്തു വെച്ച് പറയണില്ല മൊത്തമായിട്ട്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നായകന് ഒരു പടി മേലെ ചെയ്ത് വില്ലനാണ്. വില്ലനെതിരെ തകർക്കാൻ വേണ്ടിയാണ് നായകൻ ഇറങ്ങുന്നത് ലാസ്റ്റ് സീനിൽ. പക്ഷെ ഒന്നുമില്ല, അതൊരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ട്രാജഡി ആണെങ്കിൽ ഓക്കെ, ട്രാജഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നായകന്റെ മൊത്തം ഇപ്പൊ അങ്ങനെ സംഭവിക്കും. പക്ഷെ അതല്ലല്ല, ഇത് പകരം ചെയ്യാൻ ഇറങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? നായകൻ കംപ്ലീറ്റ് പറയണ്ടേ, നായകൻ ഇല്ല ഇതിനകത്ത്. അപ്പൊ അത് ഞാൻ പറയല്ലേ, ശരിക്കും പറഞ്ഞ നായകന്റെ മുകളിലാണ് വില്ലൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സീനുണ്ട്, വീട്ടിലേക്ക് കയറി വന്നിട്ട് ആക്രമണം നടത്തുന്ന ഒരു സീനാണ്. കൂടുതലൊന്നും പറയുന്നില്ല. അതിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കണം എന്ന് പറയുമ്പോഴാണ് അതാണ് കുട്ടികൾക്കും പ്രായവർക്കും ഒന്നും കാണാൻ പറ്റാത്ത മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വയലൻസ്. പക്ഷെ കൂടുതൽ അങ്ങ് കണക്ട് ആവുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യം. അടുത്ത സീൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതെങ്ങനെയാ പിന്നെ ഇതിനകത്ത് വേറെ കാര്യമാണ്, സെക്കൻഡ് ഹാഫ് വരുന്നുണ്ട്, ടൈലന്റ് ആയിട്ട് ചെറിയ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് കോമഡിയാവും ഗൈസ്, അത് വന്നു കഴിഞ്ഞാൽ കോമഡി. സെക്കൻഡ് ഹാഫ് ഒന്നും ഇതിനകത്ത് എടുത്തു വെച്ചേക്കല്ലേ, കാരണം ഇത് സെക്കൻഡ് പാർട്ട് കോമഡിയാവും. കാരണം അത് സെക്കൻഡ് പാർട്ട് കുറെ പറയണമെന്നുണ്ട് ഇതിന്റെ അകത്ത്. കാരണം എല്ലാം തകർന്നിട്ടുള്ള പിന്നെ എന്ത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ നല്ല രീതിയിലുള്ള റിവ്യൂവേഴ്സും പോസിറ്റീവ് റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. ഞാൻ പറയില്ലേ, പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന കുറെ ഘടകങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഉണ്ണിമൂന്ന് നമുക്ക് വെറുതെ കണ്ടോണ്ടിരിക്കാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ കണ്ടോണ്ടിരിക്കും, ഇടിയും ബഹളവും ഒക്കെ കാണാൻ വേണ്ടി തന്നെ പോയി. അതെ, ഫീല് വരും. ശരിയാണ്, ഇതിനകത്ത് അത് കിട്ടണില്ല. അതെ കില്ലുമായിട്ട് ഞങ്ങൾ താരതമ്യേന വേറൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഒരു വയലൻസ് ആയിട്ടുള്ള ഇറങ്ങിയ ഒരു ഇന്ത്യൻ പടം ഇപ്പൊ കില്ലാണ്. അതുകൊണ്ടാണ് അടുത്തിടെ. അപ്പൊ അതിന്റെ അകത്ത് ശരിക്കും പറയാം നായകന്റെ ഇമോഷണൽ ഇതൊക്കെ ഉണ്ട്. മറ്റേ നായികയെ കൊല്ലുന്ന സീൻ നമുക്കത് ടച്ച് ചെയ്യും. അതുമല്ല, അത് തിരിച്ച് പ്രതികാരം ചെയ്യാൻ വേണ്ടി നായകൻ ഇറങ്ങുമ്പോൾ നമ്മളും കൂടെ ഇറങ്ങുന്ന ഒരു ഫീലുണ്ട്. അത് അവനെ കൊല്ലണം എന്നുള്ള രീതിയിൽ നായകൻ തിരിച്ചു പോകുമ്പോൾ നമുക്കും അത് അവനെ കൊല്ലുമ്പോൾ നമുക്കൊരു എഫക്ട് കിട്ടും. അവസാനം അവനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു എഫക്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. ഇതിന്റെ അകത്ത് നായകൻ തിരിച്ച് ഇതേപോലെ ഇറങ്ങുന്നുണ്ട്, എന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്ന സീനുണ്ട്. പക്ഷെ നമുക്കൊരു ഇപ്പോഴും അവസാനം തീരുമ്പോഴും നായകന്റെ മുകളിൽ നിൽക്കുന്ന വില്ലന. അവസാനത്തെ സീൻ കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് തിരിച്ച് പ്രതികാരം ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രതികാരം. എന്തായാലും ഞാൻ പറയണതല്ലടാ, എന്തായാലും വയലൻസ് ആണ്, സർട്ടിഫിക്കറ്റ് ആണ്, കുറച്ചുകൂടെ കയറ്റാൻ മേലെ. നായകൻ തിരിച്ചും ഇതേപോലെ തന്നെ കുറച്ച് തൊലിയെങ്കിലും ഇരിക്കണം. ഞാനതാ പറയണത്, കുറച്ച് തൊലിയെങ്കിലും. എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലടാ. വയലൻസ് മാക്സിമം തിരിച്ചും നായകൻ ചെയ്യട്ടെ. ഉണ്ണിമൂന്ന് കുറച്ച് തൊലി ഇരിക്കുകയും അത് കുറച്ചെടുത്ത് തിന്നുകയും ചെയ്യട്ടെ. ഞാൻ പറയാം, വല്ല കണ്ണൊക്കെ എടുത്ത് തിന്നട്ടെ.
എന്തായാലും വയലൻസ് അല്ലേ. ശരിയാണ്. അപ്പൊ നമുക്കൊരു എഫക്റ്റ് വേണം. വില്ലന്റെ കണ്ണെടുത്ത് തിന്ന് അല്ലെങ്കിൽ ഹൃദയം എടുത്ത് പറിച്ച് തിന്നണം. ഇത് ഇപ്പോഴും വില്ലൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളും പറയുക. സിനിമ തിയേറ്ററിൽ പോയി കാണാനുണ്ടോന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ പോയി കാണാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 18 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമേ തിയേറ്ററിൽ കയറ്റത്തുള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ കുട്ടികളൊക്കെ പ്രായം തിരിച്ചറിയാനുള്ള രേഖകളൊന്നും അവർ ചോദിക്കുന്നില്ല. അതാണെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യാം. എന്താണ് പ്രായം കൂടിയവരെ കയറ്റും. അപ്പോ മാതാപിതാക്കളായിട്ട് കാണാൻ പോകാതിരിക്കുക. ഇഷ്ടപ്പെടത്തില്ല. നീ എന്ത് തേങ്ങ കാണാനാ സിനിമയെ തിയേറ്ററിൽ കൊണ്ടുവന്ന് ചോദിക്കുവര്. പിന്നെ ഗേൾസിനും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കണ്ണൊക്കെ പൊത്തി ചിലപ്പോ പേടിച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. ഗേൾസ് ഒന്നും അങ്ങനെ നിക്കണല്ലടാ. അല്ല ചിലവർ. അല്ല ഞാൻ പറഞ്ഞ ഒരു പ്രായമാണ് പ്രശ്നം. നീയും കണ്ണു പൊത്തിരിക്കണവനാണ് അവൻ. എന്തായാലും പിള്ളേരെ കാണിക്കാതിരിക്കുക. ചില സീനൊക്കെ ഉണ്ട്. ഈ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അടിയിൽ എഴുതി കാണിക്കുന്നില്ല. അത് പുകവലിയുടെ മറ്റേതില്ല. ഇല്ല അതൊക്കെ ഉണ്ടോ? ആണോ? പിള്ളേരെ പോലും വിടാതൊക്കെ ചെയ്യണുണ്ടോ? സ്പോയിലറൊന്നും അല്ല, എല്ലാം ഉണ്ട് അതിന്റെ അകത്തുണ്ട്. എല്ലാരെയും കില്ലിന്റെ ചില ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയില്ല. ആ സാധനമൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ടല്ലോ റെഫറൻസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഒരു കൈ കെട്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ട് ഉണ്ട്. കിഡിന സ്റ്റണ്ടാണ്. ചെവി പറിച്ചെടുക്കണ ആകുമെന്ന് എനിക്ക് പേടിച്ച് ഞാൻ വായി കത്തിയൊക്കെ വെച്ച്. പക്ഷെ ഇല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എഡിറ്റിംഗ് നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ എഡിറ്റിംഗ് നല്ലതാണ്. ക്യാമറ വർക്ക് നല്ലതാണ്. ബീജിയം കിഡിലും ബീജിയം പറയാനുള്ള ഗായ്സ് സൂപ്പർ. പിന്നെ OTT കണ്ടാൽ ഇത്ര എഫക്ട് തോന്നില്ല. എഫക്ട് തോന്നിക്കത്തില്ല. പിന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന പുള്ളിയെ എല്ലാരും അടിച്ചമർത്താനൊക്കെ നോക്കുന്നുണ്ട്. മാസാണ്. പക്ഷെ ഡയലോഗ് ഡെലിവറി ശരിയാ. പുള്ളിയുടെ പഞ്ച് വരുന്നില്ല. സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ 2 വരി സ്റ്റോറി നമുക്ക് തീർക്കാം. അത്ര ഉള്ള സ്റ്റോറി. ഞാൻ പറയുന്ന ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകും. സിനിമ കാണും. എന്റർടൈൻമെന്റ് ആണ് സിനിമ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഞാൻ പറയാം വയലൻസ് ആണ് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എല്ലാത്തരം സിനിമയും കാണുന്നതാണ്. പക്ഷേ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് അവസാന സമയത്ത് എന്തോ കണക്ഷൻ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാത്ത സമയം ഞാൻ പറയില്ല, ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ കഥ കൊണ്ടുപോയിട്ട് അത് ഒന്നും കൂടെ രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് തീയാണെന്ന് പറയാൻ കാരണം ആ ബ്രൂട്ടാലിറ്റി മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ബ്രൂട്ടാലിറ്റി നമ്മൾ ഇതുവരെ കാണാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഇതുവരെ കാണാത്തൊരു മലയാള സിനിമ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എടുത്ത് പറയുന്നത്. പക്ഷേ ഞാൻ പറയാം അതൊരു കണക്ഷൻ എറർ സംഭവിച്ചിട്ടുണ്ട്. സെക്കൻഡ് തിരിച്ച് പ്രതികാരം ചെയ്യാൻ പോണതൊക്കെ ഒന്നും ഇല്ലാതായി കളയണം. ഉണ്ണി മുകുന്ദൻ തിരിച്ച് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് ഒന്നും ഇല്ലാതായി കളയണം. അതുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ കാണാൻ തീരുമാനിച്ചിറങ്ങിയവർ പോയി കാണുക. കാരണം റിവ്യൂ ഓരോരുത്തർ പറയും, ഞങ്ങൾ പറയും. ഇതൊക്കെ കേട്ട് നിങ്ങൾ പോകണമെന്നൊന്നുമല്ല, അഭിപ്രായം ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോയി കാണുക. ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പുഷ്പ 2 കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോയി കണ്ടു. നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോയി ഇഷ്ടപ്പെടുന്നിടത്ത് പോയി കണ്ടു, സമാധാനമായി. അതേപോലെ നിങ്ങൾ പോയി കാണുക. അതേപോലെ നിങ്ങൾ ഇത് പോയി കാണുക. സമാധാനം ഇഷ്ടപ്പെടും ചിലപ്പോൾ. എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ബൈ.